അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ എൻ്റെ കിച്ചണിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ലഞ്ച് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ലഞ്ചിന് ചിക്കൻ വിങ്സ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാനിതെന്താ ആഡ് ചെയ്തു. ബ്ലാക്ക് പെപ്പർ, സോൾട്ട്, കൊറിയാണ്ടർ, ഒണിയൻ പൊടി, പിന്നെ കുറച്ച് ഹെർബ്സും തൈരും സോൾട്ടും ടേമറിക്കും ഇത്രയും ആഡ് ചെയ്ത് ഞാൻ വെച്ചേക്കുകയാണ്. ഇതിപ്പോൾ ഒരു 2 മണിക്കൂറോളമായി ചെയ്ത് വെച്ചിട്ട് ഇനി ഞാനിത് എയർ ഫ്രയറിൽ വെക്കും കേട്ടോ. അപ്പോൾ ഇത് കുക്കാം. ഇന്ന് ഞങ്ങൾക്ക് നൂഡിൽസാണ്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെന്നും ചോറ് തിന്നാറില്ല, ഇടയ്ക്കിടയ്ക്ക് വിഭവങ്ങളൊക്കെ ഒന്ന് മാറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാൻ പോകുന്നു. ഈ മാറിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് എയർ ഫ്രയറിലാക്കാം കേട്ടോ. ഇതിൽ ഞാൻ എണ്ണയൊന്നും ചേർത്തിട്ടില്ല, എണ്ണ ഇല്ലാതെയാണ് വെക്കുന്നത് കേട്ടോ. പക്ഷെ ഒരു ശകലം നമുക്ക് ഡ്രിസൽ ചെയ്യാം എൻ്റെ അമ്മകളിൽ. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എയർ ഫ്രയർ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫുഡ് ഈവനായിട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് വയ്ക്കും. ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യം നൂഡിൽസ് മാത്രം കുക്ക് ചെയ്യും കേട്ടോ. 2 നൂഡിൽസ് മതിയാവും. 2 പേരല്ലേ ഉള്ളൂ. 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഓടിയിട്ടായി അതിൻ്റെ ടേസ്റ്റ് മേക്കറും. ചില ദിവസമൊന്നും ഇവിടെ ചോറ് റൺ ചെയ്യില്ല കേട്ടോ. ചോറുണ്ടാക്കിയാൽ ചേട്ടനും വേണ്ട, എനിക്കും വേണ്ട. അപ്പോൾ 2 പേർക്കും വേണ്ടാതെ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അതെടുത്ത് കളയേണ്ടി വരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് മാത്രമേ കുക്ക് ചെയ്യുള്ളൂ. കാര്യം ഈവനിങ് ടൈമിൽ നമ്മുടെ ഡിന്നറെന്ന് വെച്ചാൽ ചിലപ്പോൾ ഓട്സ് ആയിരിക്കും, ചിലപ്പോൾ സ്വീറ്റൊന്നും ഇല്ലാത്ത ക്രാക്കേഴ്സ് ആയിരിക്കും, അതിൻ്റെ കൂടെ ഒത്തിരി ചീസ, ഒരു ഫ്രൂട്ട, ഇതായിരിക്കും ചിലപ്പോഴൊക്കെ നമ്മുടെ ഡിന്നർ. ഇപ്പോഴും ചേട്ടനും അധികം ഫുഡൊന്നും കഴിക്കുന്നില്ല, കുറച്ചേ കഴിക്കുകയുള്ളൂ. ഉച്ച സമയങ്ങളിലാവുന്നതിന് മുമ്പ് ഉറക്കമാവും. അപ്പോൾ ദഹിക്കാത്തത് കൊണ്ടാകാം ഒരു പ്രായത്തിൽ. ഈ അടുത്ത ദിവസം എനിക്കും വയർ അപ്സെറ്റ് ആയായിരുന്നു വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ച്. താങ്ക് ഗോഡ് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാനില്ലേ കുറച്ച് ഓയിൽ ആ ചിക്കനിലൊന്ന് ഡ്രിസിൽ ചെയ്ത് വരട്ടെ കേട്ടോ. അല്ലാതെ ഒരുപാടൊന്നും ചേർക്കത്തില്ല, കുറച്ച് മാത്രം. സ്പ്രേ ഉണ്ടെങ്കിൽ സ്പ്രേ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒന്ന് ഡ്രിസിൽ ചെയ്യാം. ഒരു 2 ടീസ്പൂൺ to 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചു. ഈ പാനിലേക്ക് ഒരു ടേസ്റ്റ് മേക്കർ ഇടും കേട്ടോ. പിന്നെ എൻ്റെ നൂഡിൽസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കും. നമ്മൾ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നോർമലി ഏറ്റവും കൂടുതൽ വേവുള്ളതാണ് ഈ ബീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബീൻസ് തന്നെ ആദ്യം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 3 ക്ലോവ് ഗാർലിക് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് ഇടുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്തത് ക്യാരറ്റ്, സ്പ്രിംഗ് ഓണിയൻസ്, ക്യാപ്സിക്കം, കോളിഫ്ലവർ, പിന്നെ സെലറി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇനി ഇടാൻ പോവുകയാണ്. ബീൻസിൻ്റെ കൂടെ ഈ ക്യാരറ്റെല്ലാം കൂടെ പൊക്കോട്ടെ. പിന്നെ ഈ 2 ലീഫ്, സെലറിയുടെ ലീഫാണ് കേട്ടോ. ഇത് നമുക്ക് കഴിക്കാറ്. ഞാനിതിൽ കുറച്ച് ടേമറിക് പൗഡർ ചേർക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. മൂടി വെച്ചൊരു 2-3 മിനിറ്റ്സ് വേവിക്കാം. ഈ സെലറി ബീറ്റ്സ് ഇട്ട് കൊടുക്കാം. നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾ ഒന്നും ഓവർ കുക്കാകാൻ പാടില്ല. ഇനി ആ ക്യാബേജ് ഒരു ടേസ്റ്റ് മേക്കർ അതിലുണ്ടാവുമല്ലോ ഒന്നുകൂടെ 2 നൂഡിൽസിൻ്റെ. ഇനിയാണ് ഞാൻ ഈ ടേസ്റ്റ് മേക്കർ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്തൊരു ശകലം വാട്ടറിയാക്കി തന്നെ വെച്ചേക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വാട്ടർ അത് അബ്സോർബ് ചെയ്യും കേട്ടോ. ഞാൻ ഇങ്ങനെ ആകുമ്പോഴാണ് അടയ്ക്കാറ്. ഇപ്പോഴൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ, ഉപ്പുണ്ടോയെന്ന്. സോൾട്ട് പിങ്ക് ഹിമാലയൻ സോൾട്ടാണ് ആവശ്യത്തിന് ഇട്ടിട്ടൊക്കെ പറയും. ഉപ്പും പുളിയും അടുത്തടുത്ത് വെച്ചേക്കണം. എൻ്റെ കൈവശം 3-4 ജാതി സോൾട്ടുണ്ട്. അപ്പോൾ ഇട്ട് വയ്ക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. പാക്കറ്റ് തീരുമ്പോൾ മാത്രം എടുക്കും. അതിന് ഞാനൊരു വിദ്യ കണ്ടുപിടിച്ചു. എന്താണെന്നോ, പുളി ഇതിൻ്റെ അകത്തിട്ട് വെച്ചേക്കുക. അപ്പോൾ പ്രോബ്ലം സോൾവ്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ബിറ്റ് റെഡ് പെപ്പറും അല്ലെങ്കിൽ ക്യാപ്സിക്കം, നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല.
ഞാൻ പറയുന്നത് ക്യാപ്സിക്കം. ഫ്ലെയിം ഓഫ് ചെയ്യും. ഹാഫ് വേ കുക്കായി. അപ്പോൾ ഇത് ഈ ചിക്കൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ വിങ്സ് ആണല്ലോ, വിങ്സ് പെട്ടെന്ന് കുക്കാവും. ഒരുപാട് അങ്ങ് ഡ്രൈ ആകുകയും വേണ്ട. ഇത്ര ആയിട്ടുണ്ടോ? നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടമായോ? നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. ഇതങ്ങ് അടച്ച് വെച്ചേക്കാം. 10 മിനിറ്റ്സ് കഴിഞ്ഞ് കണ്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ലഞ്ച് ഇതാണ് കേട്ടോ. നിങ്ങളും കൂടി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ലഞ്ച് ഇതാണ് കേട്ടോ. ഞാൻ ഒത്തിരി കെച്ചപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. Thank you for watching and see you soon with another vlog. Till then, bye for now.